സർ, രാജസ്ഥാനിൽ മതം മാറ്റ നിരോധന നിയമം വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. സത്യമാണോ? അതെ, അത് മുമ്പ് വസുന്ധര രാജെ സിന്ധ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രമം നടത്തിയിരുന്നതാണ്. ഡ്രാഫ്റ്റും ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അന്ന് നടന്നില്ല. ഇപ്പൊ ഭജൻലാൽ ശർമ്മ മന്ത്രിസഭ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഭജൻലാൽ ശർമ്മയുടെ മന്ത്രിസഭ രാജസ്ഥാനിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ശ്രമമാണ് രാജസ്ഥാനിൽ മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവരാനുള്ള. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ ദേശീയ തലത്തിലും BJP സർക്കാരാണല്ലോ, ബുദ്ധിമുട്ടൊന്നും വരും എന്ന് തോന്നുന്നില്ല. മുമ്പ് കോൺഗ്രസ് ഗവർണറൊക്കെ ആയിരുന്നപ്പോൾ ഇത് ബില്ല് എടുത്ത് ദൂരക്കളയുമൊക്കെ ചെയ്തിട്ടുണ്ട്, അനുമതിയൊന്നും കൊടുത്തിട്ടില്ല. 2006-ലും 2008-ലുമാണ് വസുന്ധര രാജെ സിന്ധ്യ ശ്രമിച്ചത്. വസുന്ധര രാജെ സിന്ധ്യയെ പറ്റി ദേശീയ തലത്തിൽ വലിയ അഭിപ്രായം ഇല്ലാതിരുന്നതും ഒരു ദോഷമായിരുന്നു. ദേശീയ തലത്തിലുള്ള നിയമവുമായിട്ട് ഇത് ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ദേശീയ സർക്കാരും എടുത്തു മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഈ ആദ്യമായിട്ട് ഈ മതം മാറ്റം മറ്റേ നിർബന്ധിച്ചുള്ള മതം മാറ്റം കുറ്റകരമാണ് ഈ വരാൻ പോകുന്ന ബില്ലനുസരിച്ചിട്ടും. അതിൽ ആദ്യമായിട്ടാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവ്. രണ്ടാമത്തെ വീണ്ടും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് 10 വർഷം വരെ. അങ്ങനെയാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ സ്ത്രീകൾ, പിന്നെ പ്രായപൂർത്തിയാകാത്തവർ, മൈനർമാർ, SC ST വിഭാഗക്കാർ, അതുപോലെ ഈ സമൂഹ മതം മാറ്റം, കൂട്ടായ മതം മാറ്റം, ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക ഫോക്കസ് ഉണ്ട് ഈ ബില്ലിൽ. അത് വലിയ കുറ്റമായിട്ടാണ് കരുതുന്നത്. മതം മാറുന്ന ആളുകൾ ഈ ജില്ലാ കലക്ടറെ അതത് ജില്ലാ കലക്ടർമാരെ 60 ദിവസം മുമ്പ് അറിയിച്ചിരിക്കണം മതം മാറുന്നു എന്നുള്ള കാര്യം. കാരണം ഇത് നിർബന്ധിച്ചല്ല, തന്നെത്താനെ ദൈവവിളി ഉണ്ടായിട്ടാണ് മതം മാറുന്നതെന്നൊക്കെ മനസ്സിലാകണമല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം ആണെന്ന്. അപ്പോൾ 60 ദിവസം മുമ്പ് അറിയിച്ചിരിക്കണം. ഈ രാജസ്ഥാനിലെ നിയമമന്ത്രി ജോഗ്റാം പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഗോത്രവർഗങ്ങളുടെ നിർബന്ധിത മതം മാറ്റാൻ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല, ഒരു കാരണവശാലും ST വിഭാഗത്തിൽപ്പെട്ടവരെ മതം മാറ്റാൻ സമ്മതിക്കില്ല. അതുപോലെ ലവ് ജിഹാദ്, അതിനു വേണ്ടിയിട്ടുള്ള മതം മാറ്റം അതും അനുവദിക്കില്ല. അപ്പോൾ ബില്ലിൽ ലവ് ജിഹാദും കൂടി വന്നിട്ടുണ്ട്, മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇപ്പോൾ ഈ 11 സംസ്ഥാനങ്ങളിൽ ഇതുണ്ട് മതം മാറ്റ നിരോധന നിയമം. ഒഡീഷ, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, കർണാടക, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഇതൊക്കെ BJP ഭരിക്കുന്ന കാലത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ജയലളിത ഭരിക്കുന്ന കാലത്ത് ജയലളിത ഒരു വലിയ ശ്രമം അവിടെ നടത്തിയതായിട്ട് നമുക്കറിയാവുന്നതാണല്ലോ. അവരാണ് ആദ്യമായിട്ട് അങ്ങനൊരു ശ്രമം. കാരണം അവിടെ മീനാക്ഷിപുരം സംഭവമൊക്കെ ഉണ്ടായില്ലേ. അങ്ങനെ 2006 ഈ കരട് ബില്ല് ടേബിൾ ചെയ്തതാണ്, നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചതാണ് വസുന്ധര രാജ ഉള്ളപ്പോൾ. അന്ന് രാജസ്ഥാൻ ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. കൺവെർഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ബില്ലിൻ്റെ പേരിൽ. രാജസ്ഥാൻ ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ എന്നായിരുന്നു. അപ്പോൾ നിർബന്ധിച്ച്, പിന്നെ ആകർഷിച്ച്, ഫോഴ്സ്, അല്യൂർമെൻറ്റ് ആൻഡ് ഫ്രോഡുലൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. കൃത്രിമമായിട്ട്, വ്യാജമായിട്ട് ഒക്കെ മതം മാറ്റുന്ന പരിപാടിക്കെതിരെ ഉള്ള ബില്ലായിരുന്നു അത്. 2 മുതൽ 5 വർഷം വരെ തടവ് പറഞ്ഞിരുന്നു, 50,000 രൂപ പിഴയും പറഞ്ഞിരുന്നു. പുതിയ ബില്ലിലും പിഴ കാണും. ജാമ്യമില്ലാത്ത വകുപ്പാണ് അത്. പുതിയ ബില്ലിലും ജാമ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. DSP മുതൽ മുകളിലുള്ളവരായിരിക്കണം അന്വേഷണം നടത്തേണ്ടതെന്നും അന്ന് പറഞ്ഞിരുന്നു. കുറേയൊക്കെ പഴയതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പുതിയ ബില്ല്.
അന്ന് ആഭ്യന്തരമന്ത്രി ഗുലാബ് ചന്ദ് കട്ടാരിയ പറഞ്ഞിരുന്നു, ചില സംഘടനകളും വ്യക്തികളും ഇങ്ങനെ നിർബന്ധിത മതം മാറ്റം വഴി മതസ്പർദ്ധ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട്, അത് തടയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ ക്രമസമാധാന തകർച്ചയും ഇതുവഴി ഉണ്ടാകുന്നുണ്ട്, ഇതൊക്കെ തടയുന്നതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഗവർണർ പ്രതിഭ പാട്ടീലായിരുന്നു അവിടെ. പ്രതിഭ പാട്ടീൽ പിന്നീട് രാഷ്ട്രപതിയായി. അതെ, കോൺഗ്രസ് കോൺഗ്രസ്. അതെ. അപ്പോൾ ഗവർണർ പ്രതിഭ പാട്ടീൽ ഇത് തള്ളി, ഈ ബില്ല്. അവരുടെ അനുവാദത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവരെ അനുമതി നിഷേധിച്ചു പ്രതിഭ പാട്ടീൽ. കാരണം രാജസ്ഥാനിൽ കോൺഗ്രസ് എതിർത്തിരുന്നു ഈ മതം മാറ്റ നിരോധന ബില്ലിനെ. കോൺഗ്രസിന്റെ നയം നമുക്കറിയാമല്ലോ, മതം മാറണം, ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളാകണം എന്നുള്ളതാണല്ലോ. ഇപ്പൊ സംഭാലില് രാഹുൽ ഗാന്ധി പോകുന്നതും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പോയാൽ അക്രമത്തിൽ പരിക്കേറ്റ മുസ്ലിങ്ങളെ കാണുക എന്നുള്ളതിലെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പം അന്ന് കോൺഗ്രസ് എതിർത്തിരുന്നു ഇതിനെ. കോൺഗ്രസ് സംസ്ഥാനങ്ങളിലൊന്നും പാസ്സാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ന്യൂനപക്ഷ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ, രാജസ്ഥാനിലെ ന്യൂനപക്ഷ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ, മനുഷ്യാവകാശം ആണല്ലോ മതം മാറുക എന്നുള്ളത്, മതം മാറിയിരിക്കണം എന്നാലേ മനുഷ്യാവകാശമുള്ളൂ. അവരുമൊക്കെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു ബില്ലിനെതിരെ. 2008 വസുന്ധര രാജെ ശ്രമിച്ചു ഈ 2006 ബില്ല് ഭേദഗതി ചെയ്തിട്ട്. പ്രതിഭ പാട്ടീൽ നിരസിച്ചല്ലോ, അത് ഭേദഗതി ചെയ്തു. കലക്ടറുടെ അനുമതി വാങ്ങിയിരിക്കണമെന്ന് അപ്പോഴാണ്, ആ ഭേദഗതിയിലാണ് വരുന്നത്. ഗവർണർ SK സിംഗ് പലതവണ ബില്ലിന് അനുമതി നിരസിച്ചു. പ്രതിഭ പാട്ടീലിന് ശേഷം വന്ന ഗവർണർക്കും SK സിംഗ് നിരസിച്ചു. പിന്നെ അനുമതി കൊടുക്കുകയും ചെയ്തു ഈ ഭേദഗതി ചെയ്ത ശേഷം. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ അനുമതി കിട്ടിയ ബില്ല് കേന്ദ്രം തടഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മറ്റേ അടഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന്. 2013-18 വസുന്ധര രാജെ 2008 ബില്ല് പാസ്സാക്കാൻ ശ്രമം നടത്തി. അപ്പോൾ കേന്ദ്രം 2017 നവംബറിൽ കേന്ദ്രം നിരസിച്ചു. മറ്റേ വസുന്ധര രാജയ്ക്ക് നല്ല ബന്ധമല്ലായിരുന്നു. അതെ അതെ. അപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് ഈ ബില്ല് വ്യതിചലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അനുമതി നൽകാൻ പറ്റില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്തു. അങ്ങനെയാണ് രാജസ്ഥാനിലിത് 2006 മുതൽ ശ്രമിച്ചിട്ടും നടക്കാതെ പോയത്. അപ്പോൾ ഇത് അവിടെ നടപ്പാകുന്നില്ല എന്ന് പറഞ്ഞ് ഈ മതം മാറ്റമൊക്കെ പ്രശ്നമായിരിക്കുമ്പോൾ 2017 ഹൈക്കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അതിലും പറഞ്ഞിരുന്നു ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കണം. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിലും പറഞ്ഞു. അതായത് വിവാഹത്തിൻ്റെ ഈ മറ്റേ കൺവെർഷൻ, അതുപോലെ പിന്നെ മിശ്ര വിവാഹിതർ, ഇവരുടെയൊക്കെ വിവാഹത്തിൻ്റെത് ഈ രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ ഇടില്ലേ 1 മാസത്തേക്ക്, നാട്ടുകാരൊക്കെ അറിയാൻ വേണ്ടി. അതുപോലെ ഈ കൺവെർഷൻ്റെ കാര്യവും നോട്ടീസിലിടണം എന്ന് ഹൈക്കോടതി നിർബന്ധിച്ചിരുന്നു. മതം മാറിയിട്ട് നോട്ടീസ് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ മതം മാറാവൂ എന്നും ഹൈക്കോടതി നിർദ്ദേശത്തിലുണ്ടായിരുന്നു. ഈ വിവാഹത്തിൻ്റെയൊക്കെ പോലെ ഞാൻ മതം മാറാൻ പോകുന്നു എന്ന് പരസ്യമായിട്ട് അവിടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ആർക്കെങ്കിലും വിരോധമൊക്കെ ഉണ്ടാവുമല്ലോ, അത് നല്ല പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ജൂണിൽ രാജസ്ഥാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു, ഒരു കേസിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനൊരു ബില്ല് തയ്യാറാക്കി വരുന്നു, അപ്പോൾ അത് പാസ്സാക്കാൻ പോവുകയാണ് എന്ന് രാജസ്ഥാൻ പറഞ്ഞു. അപ്പോൾ രാജസ്ഥാൻ 12ാമത്തെ സംസ്ഥാനമാവുന്നു ഇന്ത്യയിൽ. അപ്പം മതം മാറ്റം ഇനി ഇന്ത്യയിൽ അത്ര എളുപ്പമല്ല. അതേപോലെ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില കക്ഷികളുണ്ടല്ലോ, രാഷ്ട്രീയ കക്ഷികൾ, അത് അവരൊന്നും ഇതിനോട് യോജിക്കാത്തല്ലേ? അപ്പോൾ അവരെന്ത് നിലപാട് സ്വീകരിക്കും? അല്ല, കോൺഗ്രസിന് ഇപ്പോൾ അവിടെ ഭൂരിപക്ഷം ഒന്നുമില്ലല്ലോ. ഇല്ല, എങ്കിൽ നിൽക്കുക. പിന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ, അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെയുള്ളവരെ കൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയാൽ മനുഷ്യാവകാശ ഗ്രൂപ്പുകളെ കൊണ്ടൊക്കെ ന്യൂനപക്ഷ ഗ്രൂപ്പുകളെ കൊണ്ടൊക്കെ പക്ഷേ 11 സംസ്ഥാനങ്ങൾ പാസ്സാക്കി കഴിഞ്ഞതാണ്. ഇപ്പോൾ കോടതികളുടെ നിലപാടുമൊക്കെ വളരെ ശക്തമാണ് ഈ വക കാര്യങ്ങളിലൊക്കെ. പല ഹൈക്കോടതികളുമൊക്കെ ഈ നിർബന്ധിത മതം മാറ്റം, പ്രത്യേകിച്ച് SC ST മേഖലകളിലൊക്കെ ഉള്ള
മധ്യപ്രദേശ് ആനുകൂല്യമൊക്കെ കൊടുത്തിട്ടായിരിക്കും പല നിർബന്ധിത മതം മാറ്റങ്ങൾ. അതുപോലെ ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിക്ക് കൊണ്ടുപോവുക. അതായത് ഈ ദിവ്യാംഗന്മാരില്ലേ, ഉണ്ട്, ഭിന്നശേഷിയുള്ളവർ, അവർക്ക് പെട്ടെന്ന് ഈ മതം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാല് ശരിയായി കിട്ടും, കൈ ശരിയായി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിന്നെ ഹിന്ദുക്കളെ കാണാതാവുന്നതൊക്കെ ആയിട്ട് പരാതിയൊക്കെ വരുന്നുണ്ട് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും. അടുത്ത കാലത്ത് അങ്ങനെ കുറെ കേസുകൾ കോടതികളിൽ വന്നിരുന്നു. അപ്പൊ കോടതികളൊക്കെ കർശന നിലപാടെടുക്കുന്നുണ്ട്. അവർ ഈ അവയവ തട്ടിപ്പുകാർക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോന്ന് പോലും ഉണ്ടായിരുന്നു, കൊണ്ടുപോയിട്ട് അവരെ മിസ്സിംഗ് ആയി. അതായത് ഈ കൊണ്ടുപോകുന്ന ആളുകള് വേറെ മുതലാളിമാർ അവർക്ക് വേറെ ഉണ്ട്, കാശ് മേടിച്ചിട്ടാണ് ഈ ആളിനെ അവരിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കർശനമായ നിലപാടുകൾ ഇപ്പോൾ കോടതികൾ എടുക്കുന്നുണ്ട്. എന്തായാലും രാജസ്ഥാനിലെ നീക്കം ഒരു വലിയ മുന്നേറ്റത്തിന് കുറേ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഒടുവിൽ സക്സസ് ആകുകയാണ് അല്ലേ? അതെ അതെ, അങ്ങനത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വരണം. പ്രത്യേകിച്ച് ഈ പട്ടികജാതി വർഗ മേഖലകളിലൊക്കെയാണ് ഈ കൺവേർഷൻ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പലതരം ആനുകൂല്യങ്ങൾ കിട്ടും, വേറെ പൈസ കൊടുക്കാമെന്ന് പറയും. അതുകൊണ്ടാണ് ഈ വനവാസി കല്യാൺ എന്ന് പറഞ്ഞിട്ട് RSSന്റെ സംഘടന ഉണ്ടല്ലോ, അവരും ഈ ഗിരിവർഗ മേഖലകളിലൊക്കെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ സർക്കാരിന്റെ അനുവാദത്തോടു കൂടി തന്നെ നടക്കുന്നുണ്ടല്ലോ. ഈ ഡെമോഗ്രാഫി ചേഞ്ച്, ജനസംഖ്യ ചേഞ്ചുകൾ നടന്നിട്ട് പല പ്രദേശങ്ങളിലൊക്കെ അസം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളൊക്കെ വളരെ പെട്ടെന്ന് മാറി അല്ലേ? മുസ്ലിം ഭൂരിപക്ഷ മേഖല, അത് പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ, അതിർത്തി പ്രദേശമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇങ്ങനത്തെ നിയമങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വരേണ്ടതാണ്. പക്ഷെ കേരളത്തിലൊക്കെ വരാനായിട്ട് BJP അധികാരത്തിൽ വരണമല്ലോ. അപ്പോൾ ഇമ്മണി സമയമെടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.